ജിമ്മിൽ പോകുന്ന മിക്ക ആൾക്കാരുടെയും മനസ്സിലുള്ള ഒരു കൺഫ്യൂസാണ് ഒരു സെറ്റിന് ശേഷം നെക്സ്റ്റ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എത്ര ടൈം റെസ്റ്റ് എടുക്കണമെന്ന്. ചിലർ ടൈമർ നോക്കിയും വർക്കൗട്ട് ചെയ്യാറുണ്ട്. നോക്കൂ, ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം ഒരിക്കലുമില്ല. ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സെറ്റിന് ശേഷം മറ്റൊരു സെറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇത്ര ടൈം റെസ്റ്റ് എടുക്കണമെന്നും പറഞ്ഞിട്ട് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഈ ഒരു റെസ്റ്റ് ടൈം കൂടുതലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പേഴ്സൺ ടു പേഴ്സൺ, എക്സസൈസ് ടു എക്സസൈസ്, ട്രെയിനിങ് എക്സ്പീരിയൻസ്, ആ ഒരു ദിവസത്തെ നിങ്ങളുടെ മൂഡ് എങ്ങനെയാണ് എന്നിവ പോലുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ കൺസെപ്റ്റിൽ നിങ്ങൾ അത്രയും ടൈം റെസ്റ്റ് എടുത്തിരിക്കണം അടുത്ത സെറ്റിന് വേണ്ടി നിങ്ങളുടെ ബോഡി പ്രോപ്പർ റെഡിയാകുന്ന രീതിയിൽ. അതായത് അടുത്ത സെറ്റ് നിങ്ങൾ 100% എഫേർട്ട് എടുത്ത് പ്രോപ്പറായിട്ട് ഫെയിലിയർ സെറ്റ് വരെ പോകുന്ന രീതിയിൽ. അത് എത്ര ടൈം വേണമെങ്കിലും ആകാം. ചിലപ്പോൾ 60 സെക്കൻഡ് ടു 1 മിനിറ്റ്, ചിലപ്പോൾ 2 to 5 മിനിറ്റ് വരെ ആകാം. അപ്പോൾ നിങ്ങളുടെ റെസ്റ്റ് ടൈം കൂടുതലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എക്സസൈസ് ടു എക്സസൈസ്, പേഴ്സൺ ടു പേഴ്സൺ, ട്രെയിനിങ് എക്സ്പീരിയൻസ്, ആ ഒരു ദിവസത്തെ നിങ്ങളുടെ ട്രെയിനിങ് മോഡ് എങ്ങനെയാണ് എന്നിവ അനുസരിച്ചിരിക്കും. ഐ ഹോപ്പ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയി കാണും.